നമസ്കാരം. പത്തനംതിട്ട സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അനിയും അറിഞ്ഞിട്ടുണ്ട് നവീന് ഇഷ്ടമാണ് നന്ദൂനെ എന്നുള്ള കാര്യം. നന്ദു ഞെട്ടലോടെ തിരിച്ചറിയാണ്. നവീൻ നന്ദുവിൻ്റെ അടുത്ത് ചെന്ന് ഈ വിവരങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ. എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം വിവാഹാലോചിക്കാൻ വീട്ടിൽ പറയാൻ പോവാണെന്നും പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഇത് അനിക്കും അറിയാമെന്നുള്ള കാര്യം അവിടെ ബോധിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം നന്ദുവിൻ്റെയും നവീൻ്റെയും കല്യാണം വീട്ടുകാരങ്ങ് ഉറപ്പിക്കുകയാണ്. അങ്ങ് ഭയങ്കര വിഷമത്തിലാണ് അനിയും അതുപോലെ തന്നെ നന്ദുവും കേട്ടോ. ഒരിക്കലും ആ വിവാഹം നടക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് അതിന് വേണ്ടിയിട്ട് നടക്കുകയാണ് അവർ. അതേസമയം നവ്യ ഒരു കാര്യം ആലോചിക്കുക. ഇങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ. ഏതായാലും അനിയുടെ മനസ്സിൽ നന്ദുവും നന്ദുവിൻ്റെ മനസ്സിൽ അനിയും ഇപ്പോഴും ഉള്ളിടത്തോളം കാലം അവരാണ് ഒന്നിക്കേണ്ടത്, അല്ലാതെ നവീനും നന്ദുവും തമ്മിലല്ല. നന്ദുവിൻ്റെ ജീവിതം തൻ്റെ ജീവിതം പോലെ തകർന്നു പോകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് നവ്യ ഒരു സൂത്രം പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹം നടക്കുകയും നവീനുമായിട്ടുള്ള വിവാഹം മുടങ്ങിപ്പോവുകയും ചെയ്യാണ് കേട്ടോ. അവസാനം അനി തന്നെ കണ്ടെത്തുകയാണ് നവ്യടത്തിയാണ് ഇതെല്ലാം ചെയ്തത്. ഈ അപരിചിതനായിട്ട് എല്ലാവരെയും വിളിച്ച് എല്ലാ വിവരങ്ങളും അറിയിച്ചുകൊണ്ടിരുന്നത് മറ്റാരുമല്ല നവ്യടത്തിയാണെന്ന് അറിയാണ് കേട്ടോ. അപ്പോൾ നവ്യയോട് അതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നവീൻ ചെന്ന് നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. എനിക്ക് നന്ദുവിനെ പണ്ടേ ഇഷ്ടമായിരുന്നു, ഒരു ആരാധനയൊക്കെ ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് തന്നെ. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ കൂടുതൽ അടുത്തത്. അനിയുമായിട്ടുള്ള ആ കേസിൻ്റെ പുറകെ ഞാൻ ഇറങ്ങിയപ്പോൾ നന്ദുവുമായിട്ട് കൂടുതൽ പരിചയപ്പെടാനിടയായപ്പോഴാണ് എനിക്ക് നന്ദുവിനെ ഇഷ്ടമായത്. ഇനിയിപ്പം വെച്ച് താമസിപ്പിക്കുന്നൊന്നുമില്ല എന്ന് പറയാണ്. അനിയാണെങ്കിൽ അത്ര അനാമികയുമായിട്ട് ചേരാതെ പോയതും ഒക്കെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അനിയുടെ കുറേ കുറ്റങ്ങളൊക്കെ നന്ദുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നന്ദുവിന് അത്രയങ്ങ് പിടിക്കുന്നൊന്നുമില്ല. പക്ഷേ നന്ദു ഞെട്ടലോടെ കേൾക്കാണ് നവീന് തന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം കേട്ടോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇനി ഞാൻ പറയാൻ പോവാണ് നന്ദുവായിട്ടുള്ള വിവാഹാലോചനയെ കുറിച്ചിട്ടുള്ള കാര്യം. നമ്മുടെ വിവാഹം നടക്കണം, അത് ഞാൻ അമ്മയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും, വിവാഹാലോചനയുമായിട്ട് വീട്ടിലേക്ക് വരൂ എന്നൊക്കെ പറയാം. ലാസ്റ്റ് നവീൻ ഈ കാര്യം കൂടെ പറയുന്നുണ്ട്. ഞാൻ ഈ വിവരം വേറെ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. നമുക്ക് രണ്ടിനും അല്ലാതെ ഇപ്പം ഇതറിയാവുന്ന ഒരാൾ കൂടിയേ ഉള്ളൂ, അത് അനിയാണ്. അനിയോട് ഞാൻ നേരത്തെ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നന്ദുവിൻ്റെ മനസ്സിലൊരു നെഗറ്റീവ് അനിയെ കുറിച്ചിട്ട് വരണം, അതിന് വേണ്ടിയിട്ടാണ് നവീൻ അതും കൂടി പറയുന്നത്. നന്ദു അത് ഞെട്ടലോടെ കേൾക്കുകയാണ്. അനി ഇത് അറിഞ്ഞിട്ട് കൂടി ഇതുവരെ തന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് നന്ദു മനസ്സിലാലോചിക്കുക. നവീൻ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് എണീറ്റ് പോവുക, ഓക്കെയൊക്കെ പറഞ്ഞ് പോവുകയാണെങ്കിലും നന്ദുവിനൊന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കുക. നന്ദുവിൻ്റെ മനസ്സിലൂടെ പല ചിന്തകൾ പോവുക. ഇത് നവീൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അതൊരു വശത്ത്. പക്ഷേ അനി ഈ വിവരം അറിഞ്ഞിട്ട്, നേരത്തെ തന്നെ അറിഞ്ഞിട്ട് തന്നോട് ഒരു സൂചന പോലും തനിക്ക് തന്നില്ല. ചുമ്മാതല്ല, നവീനുമായിട്ട് ഇടയ്ക്കൊക്കെ നന്ദു സംസാരിക്കുമ്പോഴും പുറത്ത് പോകുമ്പോഴും ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോഴും ഒക്കെ അനി പിണങ്ങിയതും അനിയുടെ മനസ്സിന് വിഷമം ഉണ്ടായതും. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും അവൻ തന്നോട് പറയാതിരിക്കുന്നത്? ഇനി താൻ അത് മനസ്സിലാക്കിയിട്ട് വിഷമിക്കേണ്ടെന്ന് ഓർത്തിട്ടായിരിക്കുമോ, അതോ തന്നെ പരീക്ഷിക്കുകയായിരുന്നോ എന്നൊക്കെ നന്ദുവിന് തോന്നുക. എന്തായാലും അവൻ ചെയ്തത് ശരിയായില്ല. അവൻ ആ വിവരം അന്നേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇവിടം വരെ എത്തില്ലായിരുന്നു. നവീനായിട്ടോ ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേനെന്നൊക്കെ നന്ദു വിചാരിക്കുക. അതിനുശേഷം നന്ദുവിന് അനിയോട് ഒരു അനിഷ്ടം തോന്നിയിട്ട് അനിയെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അനി നീ എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ വീട്ടിലുണ്ട്. അല്ല, എനിക്ക് നിന്നെ കാണണം, നേരിട്ട് സംസാരിക്കണം, അത്യാവശ്യമാണെന്ന് പറയാം. പനി പറയുന്നുണ്ട്, എന്താണ് ഇത്ര തിരക്കിട്ട്? നീ ഓഫീസിലല്ലേ, നീ ജോലിയിലല്ലേ, നിനക്ക് ഡ്യൂട്ടി ഇല്ലേ? പിന്നെ ഇപ്പം ഞാൻ തിരക്കിട്ട് എന്തിനാ കാണുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ, എന്നും തന്നെ നമ്മൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതല്ലേ എന്ന് പറയാം. അപ്പം നന്ദു പറയാം, ശരിയാ, എന്നും തന്നെ നമ്മൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന, പക്ഷേ ഇന്ന് എനിക്ക് നിന്നെ കാണണം എന്ന് പറയാണ്. അങ്ങനെ നേരിട്ട് കാണാൻ വേണ്ടി അനിയും ചെല്ലുക. അങ്ങനെ നന്ദു അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ചെല്ലുമ്പോഴേക്കും അനി ചോദിക്കുക അത്ഭുതത്തോടെ, എന്താ നിനക്കിപ്പം എന്നെ കാണാതിരിക്കാൻ വയ്യെന്നായോ? നമ്മൾ ഇന്നലെയും കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്താ, പിന്നെ നിനക്ക് ഇത്ര പെട്ടെന്ന് തന്നെ കാണണമെന്ന് തോന്നിയോ? സാധാരണ ഡ്യൂട്ടി സമയത്ത് നീ ഇങ്ങനെയൊന്നും വരാറില്ലല്ലോ എന്നൊക്കെ പറയുക. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അതെ, എനിക്ക് വരാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. നിന്റെ തമാശയൊക്കെ വിട്, സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, നമ്മളെന്ന് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ല ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? അതെ, നിന്നെ ഞാൻ വിശ്വസിച്ചു, പക്ഷെ നീ എന്നെ ചതിക്കായിരുന്നെന്നാ സംശയം. അല്ല, നിനക്ക് എന്നെ പരീക്ഷിക്കണമെന്ന് എന്തെങ്കിലും ഒരു തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കുക. നിനക്ക് എന്നെ സംശയമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അനി ചോദിക്കുക, നീ എന്താ നന്ദു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്കെന്ത് സംശയം നിന്നെ? അതുപോലെ നിന്നെ എന്ത് പരീക്ഷിച്ചെന്നാ നീ പറയുന്നത്? അതല്ല, ഞാൻ ഇന്നൊരു കാര്യം അറിഞ്ഞു. നവീനേട്ടൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഓഫീസിൽ. എന്നിട്ട് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നവീനേട്ടനെ എന്നെ ഇഷ്ടമായിരുന്നെന്നും നിന്നോടത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും വിവാഹം ആലോചിക്കാൻ പോവാണെന്നും വരെ പറഞ്ഞു. അപ്പം എനിക്കൊന്നും പിന്നെ മിണ്ടാനില്ല. നീ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക. അപ്പോഴേക്കും നന്ദു പറയാം, എന്താടാ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു അയാൾ എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം? നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞെന്നാണല്ലോ എന്നോട് പറഞ്ഞത്.
അപ്പം അനി പറയാം, ശരിയാ, എന്നോട് നവീൻ പറഞ്ഞതാ നിന്നെ ഇഷ്ടമാണെന്ന്. ആഹാ, എന്നിട്ട് നീ ഒന്ന് പറഞ്ഞു പോലുമില്ലല്ലോ. അല്ല, നിനക്ക് തോന്നിയില്ലേ എന്നോടൊന്ന് പറയണമെന്ന്? ഒരു നിയന്ത്രണം വേണമെന്ന് നിനക്ക് തോന്നിയില്ലേ? അന്നേ നീ അത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നവീനന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വച്ചേനെ. ഇപ്പൊ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തില്ലായിരുന്നു. പനി പറയാ, നമ്മുടെ ജീവിതത്തിൽ അന്ന് കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് നവീൻ ഇത് പറയുന്നത്. ആ സമയത്ത് നിന്നോട് വന്ന് ഇത് പറയാൻ എനിക്ക് തോന്നിയില്ല. നവീനെ ഇതിന് പ്രോത്സാഹിപ്പിക്കാനും എനിക്ക് തോന്നിയില്ല. ഞാനും നീയും തമ്മിൽ ഇഷ്ടമാണെന്നുള്ള വിവരം നവീൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്കിത് പറയാൻ പറ്റിയില്ല എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇപ്പോഴും നവീനായിട്ട് നമ്മൾ ഇഷ്ടമാണെന്നുള്ള വിവരം അറിയില്ലായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. ഇല്ല, ഞാനായിട്ടതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, നിന്റെ കുറ്റവാ മുഴുവൻ വന്ന് പറഞ്ഞത്, നിന്നെ കുറ്റപ്പെടുത്തി അയാളെ സംസാരിച്ചത്. അതൊന്നും കേട്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ ദേ, നിന്റെ കയ്യിലും തെറ്റുണ്ട്. ഇക്കാര്യം എന്നോട് പറയാതിരുന്നത് ശരിയായില്ല. അതന്നേ നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇവിടം വരെ എത്തില്ലായിരുന്നു. ഇപ്പൊ എവിടം വരെ എത്തിയെന്നാ നന്ദു നീ പറയുന്നത്? അതെ, വീട്ടുകാരോട് പറഞ്ഞേ എന്നെ കല്യാണം ആലോചിക്കാൻ പോവാന്ന്. അല്ലെ തന്നെ വീട്ടിലെ അമ്മയച്ഛനും എനിക്ക് വിവാഹാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുക നിന്റെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഇതുമായിട്ട് നവീനേട്ടൻ അങ്ങോട്ട് ചെന്നാൽ അവർ 10 കയ്യാലെ സമ്മതിക്കും. എങ്ങനെയെങ്കിലും ഇത് മുടക്കാൻ നോക്ക്. നീ നവീനേട്ടനെ കണ്ട് സംസാരിക്കുക. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള വിവരം അയാളോട് തുറന്നു പറ. അപ്പോഴേക്കും അനി പറയാം, ശരിയാ, ഞാൻ അവനോടും അത് പറഞ്ഞില്ല. എൻ്റെ കയ്യിൽ തെറ്റുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം നന്ദു. ഞാൻ ഇന്ന് തന്നെ നവീനെ കണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്നും ഇതിൽ നിന്ന് പിന്മാറണമെന്നും ഞാൻ അവനോട് പറയാം. അവൻ അനുസരിക്കുകയും ചെയ്യുമെന്ന് പറയാം. ശരി, അങ്ങനെ തന്നെ ചെയ്യുക. അല്ലാതെ ഇതിങ്ങനെ മുമ്പോട്ട് പോയി ഒരു വലിയ പ്രശ്നത്തിലേക്ക് ചെന്നെത്തരുത്. പിന്നെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റാതെ വരും അനിയെന്ന് പറയാം. അനി പറയുന്നുണ്ട്, ശരി, ഞാനത് ചെയ്യാമെന്ന് പറയാം. അതേസമയം നവീനാണെങ്കിൽ നേരെ പോയിട്ട് വീട്ടിൽ ചെന്ന് അമ്മയുടെയും മുത്തശ്ശൻ്റെ അടുത്ത് സംസാരിക്കാൻ പോവാണ് നന്ദുവിനെ കുറിച്ചിട്ട്. അപ്പോഴേക്കും മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. സംസാരിച്ചു കഴിഞ്ഞാലും അമ്മ ഇത് സമ്മതിക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അമ്മയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയാം, നിന്റെ കല്യാണക്കാരിയായിരിക്കും അല്ലേ? നിന്റെ കാമുകിയെക്കുറിച്ചായിരിക്കും, ആ പോലീസുകാരിയെക്കുറിച്ച്. അതാണെങ്കിലല്ലേ നിന്റെ അമ്മയ്ക്ക് താല്പര്യമില്ലാതിരിക്കുന്നത്. അപ്പോഴേക്കും നവീൻ പറയാം, ശരിയാ, അത് തന്നെയാ. എന്നാലും നിന്റെ അമ്മയെ കൂടി വിളിക്കാം. നീ പറ, നിന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന്. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ അവള് വലിയ വാശിയൊന്നും പിടിക്കില്ലായിരിക്കും. അല്ല, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനിയും വാശി പിടിച്ചു നിന്നാൽ നിന്റെ ജീവിതം നശിച്ചു പോകുമെന്ന് ഞാൻ അവളോട് പറയാം. ഏതായാലും നിന്റെ അമ്മയെ കൂടി വിളിക്കാം എന്നും പറഞ്ഞ് അമ്മയും വിളിച്ച് അവിടെ ഇരുത്തുക. അപ്പോഴേക്കും അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ ഇത്ര വലിയ കാര്യം സംസാരിക്കാനായിട്ടുള്ളതെന്ന് ചോദിക്കും. മുത്തശ്ശൻ പറയാം, വേറൊന്നുമല്ല, അവൻ്റെ കല്യാണ കാര്യം തന്നെ അവൻ പറയാൻ പോവാ. ഓഹോ, അപ്പം നീ തീരുമാനിച്ച് കല്യാണം കഴിക്കാൻ? ഓ എൻ്റെ ദൈവമേ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാം, തീരുമാനിച്ചു. പക്ഷെ അവൻ്റെ മനസ്സിലുള്ള ആ പെൺകുട്ടി, അതിനെ നിനക്ക് ഇഷ്ടപ്പെടുമോയെന്നറിയില്ല. ആ പോലീസുകാരി, അവളെക്കുറിച്ചാണ് പറയാൻ പോകുന്നേ. ഹോ, ഏതെങ്കിലും ആകട്ടെ, ആരെന്ന് പറ, എന്നിട്ടല്ലേ ഞാൻ തീരുമാനിക്കുന്നത്. എനിക്കിഷ്ടമില്ല എന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞ, പക്ഷെ നീ അതിത് പിന്മാറാൻ തയ്യാറല്ല. പിന്നെ ഇനിയിപ്പം ഞങ്ങൾ എന്ത് ചെയ്യാനാ? അപ്പോൾ മുത്തശ്ശനും പറയാം, ശരിയാ, പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. പോലീസുകാരിങ്കിൽ പോലീസുകാരി, നിന്റെ ഇഷ്ടം നടക്കട്ടെ, അല്ലാതെ ഇവളുടെ ഇഷ്ടമല്ലല്ലോ നടക്കേണ്ടത്. നീയും ആ പെൺകുട്ടിയും കൂടിയല്ലേ ജീവിക്കേണ്ടത്. മാത്രമല്ല, നിന്റെ പ്രായം കൂടി കൂടി വരിക. നിന്റെ അച്ഛൻ ഇനിയെങ്കിലും വരുമ്പോഴത്തേക്കും വിവാഹം നടത്തണം, അല്ലാതെ പറ്റില്ല എന്ന് പറയാം. ആ, കേൾക്കട്ടെ, ആരാ, ഏതാ പെൺകുട്ടി എന്ന് ചോദിക്കുമ്പം നവീൻ പറയാം, ഞാൻ പറയാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പെൺകുട്ടി തന്നെയാണെന്ന് പറയാം. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുക, അതാരാടാ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു പെൺകുട്ടി? നിങ്ങൾക്കൊക്കെ എത്ര പോലീസുകാരെ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഇവിടെ വന്നറിയാം? അപ്പോഴേക്കും നവീൻ്റെ അമ്മയ്ക്ക് ക്ലിക്ക് ചെയ്യുക. നവീൻ്റെ അമ്മ ചോദിക്കുക, എടാ, ആ പെണ്ണുകാരുമാണോടാ ആ നന്ദു, ആ കനകയുടെയും ഗോവിന്ദൻ്റെയും മകള്? അപ്പോഴേക്കും നവീൻ പറയാം, അതെ. അമ്മ ഒറ്റ അടിക്ക് എന്നെ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. അമ്മയ്ക്ക് എങ്ങനെ പറ്റുന്നു ഇതൊക്കെ എന്ന് വലിയ തമാശയായിട്ട് പറയുമ്പോഴേക്കും അമ്മ ചാടി എണീക്കുക. എന്നിട്ട് പറയാം, നിർത്തടാ, അവളെയാണോ നീ കണ്ടുവച്ചത്? വേറെ ആരെയല്ലേ? ആ മുട്ടേച്ചി പെണ്ണിനെ തന്നെ നീ കണ്ടുവച്ചോ? അവൾ ഇത്തിരി അഹങ്കാരം കൂടിയ വകുപ്പാ. 4 ആണുങ്ങളെ വരെ അടിച്ച് ഒറ്റയടിക്ക് വീഴ്ത്തുന്ന സൈസ്. അങ്ങനെ ഒരെണ്ണത്തിനെ ഒരു മരുമോളായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും എനിക്ക് താല്പര്യമില്ല. എന്നോട് ആദ്യം മുതലേ ഞാൻ പറഞ്ഞതല്ലേ, വക്കീല്, പോലീസ്, അങ്ങനെ തൻ്റെടികളായ ഒരുത്തികയും ഈ വീട്ടിൽ ഞാൻ കേറ്റില്ലാന്ന്. പിന്നെ നീ എന്തിനാ അവളെ പോയി പ്രേമിച്ചത്? അപ്പം നവീൻ പറയാം, എനിക്ക് നന്ദുവിനോട് നേരത്തെ മുതലേ ഒരു ആരാധന ഉണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്ത് കോളേജ് ജൂനിയർ ആയിരുന്ന സമയം തൊട്ടേ നന്ദുവിനോട് എനിക്കിഷ്ടമായിരുന്നു. പിന്നെ കൂടുതൽ അടുത്തപ്പം അനിയുടെ കേസുമായി ബന്ധപ്പെട്ടപ്പം കൂടുതൽ ഞങ്ങൾ അടുക്കാനിടയായി. അങ്ങനെ ആയപ്പം എനിക്ക് നന്ദുവിനെ ഇഷ്ടമായി. എനിക്ക് ചേരുന്ന പെണ്ണ് നന്ദുവാന്ന് തോന്നി. എനിക്ക് കൂടെ ജീവിക്കാൻ, വിവാഹം കഴിക്കാനും ഒക്കെ നന്ദുവിനോടാണ് എനിക്ക് ഇഷ്ടം തോന്നിയത്. അതിപ്പോൾ ഇത്ര പറയാനെന്തിരിക്കുന്നെന്ന് ചോദിക്കുക. അപ്പം നവീൻ്റെ അമ്മ പറയാം, ഇല്ല, ഇത് നടക്കില്ല. ആ കനകയുടെയും ഗോവിന്ദൻ്റെയും കുടുംബത്തിൽ നിന്നൊന്നും ഇവിടെ വിവാഹബന്ധം വേണ്ട. മാത്രമല്ല, നന്ദു അവളൊരു അഹങ്കാരി പെണ്ണ. ഒരു പോലീസുകാരി എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല. അവളെ ഈ വീട്ടിൽ കയറ്റാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഒരു അഹങ്കാരി, തോന്നിയാസി എന്നൊക്കെ പറയുമ്പോൾ നവീൻ പറയാം, അമ്മ നിർത്തുന്നുണ്ടോ? അമ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നന്ദുവിനെ മാത്രമാണെങ്കിലേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ. വേറൊരു പെൺകുട്ടിയെ ഇനി നിങ്ങൾ ആലോചിച്ചുകൊണ്ട് വന്നാലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. നന്ദുവിനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്നിപ്പോൾ തീർത്ത് പറയാം.
അപ്പം മുത്തശ്ശൻ പറയാണ്, അതെ നമുക്ക് അങ്ങനെയാണെങ്കിൽ നീ ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാൻ പറയുമ്പോൾ നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല, ഇനി ഇവൻ വിവാഹം കഴിക്കാതെ ഇവിടെ നിന്ന് പോയാലും ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പറയാം. നവീൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എണീറ്റ് റൂമിലേക്ക് പോവാം. അപ്പം മുത്തശ്ശൻ ചെന്ന് അമ്മയുടെ അടുത്ത് പറയാം, എടി നീ ഇങ്ങനെ വാശി പിടിച്ചാലോ അവൻ്റെ അച്ഛൻ വരുമ്പോഴേക്കും ഒരു പെണ്ണിനെ കണ്ടെത്തി വിവാഹം നടത്തണം. പ്രായം കൂടി വരിക, ഇനിയും അവൻ കൈവിട്ടു പോകും നമ്മുടെ കയ്യിൽ നിന്ന്. ഇതിപ്പം നന്ദുവിന് എന്താ കുഴപ്പം? നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്, നല്ല കഴിവും പ്രാപ്തിയും എല്ലാം ഉണ്ട്, പിന്നെ ഒരു SI ആണ്. അവളുമായിട്ട് വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പം? അവളുടെ ചേച്ചിമാരെ രണ്ടുപേരെയും അനന്തപുരി തറവാട്ടിലേക്കല്ലേ വിവാഹം കഴിച്ച് വിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് കയറി വരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ നിനക്കെന്താ ഇഷ്ടപ്പെടാത്തത്? അവരല്ലേ ജീവിക്കേണ്ടത്. ഇനിയും നീ ഇങ്ങനെ മകൻ്റെ കാര്യത്തിൽ വാശി പിടിച്ചിരുന്നാൽ അവൻ്റെ വിവാഹം നീണ്ടു പോവുള്ളൂ. അവസാനം ഏതിനെയാ കെട്ടിക്കയറി കൊണ്ടുവരുന്നതെന്ന് നിനക്ക് പോലും മനസ്സിലാവില്ല എന്ന് പറയുമ്പം അവസാനം നവീൻ്റെ അമ്മ സമ്മതിക്കുക, ആ ശരി, ഇനിയിപ്പം അച്ഛൻ പറഞ്ഞ പോലൊക്കെ അങ്ങ് നടക്കട്ടെ. ഇനി അവൻ്റെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിന്നെന്ന് വേണ്ട, അവൻ്റെ ജീവിതം ഞാൻ തകർത്തൊന്നും വേണ്ട, ഇഷ്ടം പോലെ ആകട്ടെ. ആദ്യം മുതലേ ഞാനിത് പറഞ്ഞതാ ഇത് നടക്കില്ലാന്ന്. ഇനിയിപ്പം വരുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാവരും കൂടി അങ്ങ് അനുഭവിച്ചോണം എന്ന് പറയാം. അങ്ങനെ അത് ഓക്കെ ആയി. മുത്തശ്ശൻ ചെന്ന് നവീൻ്റെ റൂമിൽ ചെല്ലുക. അപ്പം നവീൻ ഇങ്ങനെ അപ്പാടെ ദേഷ്യപ്പെട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന മുത്തശ്ശൻ ചെന്നിട്ട് പറയാണ്, അതെ എടാ അവൾ സമ്മതിച്ചു കേട്ടോ എന്ന് പറയുക. അപ്പം നവീൻ ചോദിക്കുക, അമ്മ എന്തു പറഞ്ഞു? ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ എല്ലാം നിൻ്റെ കയ്യിലാണ്. നിൻ്റെ പ്രായം കൂടുന്നെന്നും നിനക്ക് വിവാഹം നടന്നില്ലെങ്കിൽ പ്രശ്നമാണെന്നും ഒക്കെ ഞാൻ പറഞ്ഞപ്പം അവളുടെ മനസ്സലിഞ്ഞു. നടക്കട്ടെ, അവൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ഇനിയിപ്പം ഞാനും അവളും കൂടി കനകയുടെയും ഗോവിന്ദൻ്റെയും വീട്ടിലേക്ക് വിവാഹാലോചനയായിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ദേ ഞങ്ങൾ പോവുക രണ്ടും കൽപ്പിച്ച്. ആ പെണ്ണിനെ നിന്നെ ഇഷ്ടമാണല്ലോ അല്ലേ എന്ന് ചോദിക്കുക. അപ്പം നവീൻ പറയാം, പിന്നെ അതെ നന്ദുവിനും എന്നെ ഇഷ്ടമാണ്. അതെന്താ മുത്തശ്ശ അങ്ങനെ ചോദിക്കുന്നത്? എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താവോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ സുന്ദരനല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണവുമില്ല, പക്ഷേ ഞങ്ങൾ പെണ്ണ് ചോദിച്ച് അവിടെ ചെല്ലുമ്പം ഞങ്ങൾ നാണം കെട്ട് ഇറങ്ങിപ്പോരാൻ ഇടവരരുത്. ഈ വിവാഹം തന്നെ നടക്കണം എന്ന് പറയാം. അതൊക്കെ ഓക്കെ മുത്തശ്ശ, താങ്ക് യു മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാവുകയാണ് നവീന്. എന്നിട്ട് നവീൻ്റെ മുത്തശ്ശൻ വീണ്ടും നവീൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അതെ നമുക്ക് പോകണം, അടുത്ത ദിവസം തന്നെ കനകയുടെയും ഗോവിന്ദൻ്റെയും വീട്ടിൽ പോയി ഈ വിവാഹം ഉറപ്പിക്കണം. ആ പെൺകുട്ടിക്കും ഇഷ്ടമാണോ എന്ന് അറിയണ്ടേ. പിന്നെ അതുമാത്രമല്ല, ഇത് പറഞ്ഞു ഉറപ്പിച്ച് പെട്ടെന്ന് തന്നെ നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി ഇങ്ങനെ വെച്ച് താമസിപ്പിച്ചുകൊണ്ടൊന്നും പോകണ്ട. അവൻ്റെ ആഗ്രഹമല്ലേ, അവൻ്റെ അച്ഛൻ വരുമ്പോഴേക്കും അതങ്ങ് നമുക്ക് നടത്തണം എന്ന് പറയാം. അപ്പം നവീൻ്റെ അമ്മയും പറയുന്നുണ്ട്, ശരി അങ്ങനെ ആട്ടെ അച്ഛാ, നാളെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം, എന്തെങ്കിലും ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇരിക്കുക. അതേസമയം നവീൻ അത് കഴിയുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ നവീനെ അനി വിളിക്കുകയാണ്. അനി ഇക്കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. നന്ദുവായിട്ടുള്ള വിവാഹം ആലോചിക്കരുതെന്നും തനിക്ക് നന്ദുവിന് ഇഷ്ടമാണെന്നൊക്കെ പറയാൻ വേണ്ടി വിളിക്കുന്നതേ ഉള്ളൂ. അനി വിളിക്കുക. അനി വിളിക്കുമ്പോൾ നവീന് ഫോൺ എടുക്കണമെന്നൊന്നുമില്ല. നവീൻ ആദ്യം കട്ട് ചെയ്ത് വിടുക. പിന്നെയും വിളിക്കുകയാണ് അനി. അപ്പം നവീൻ എടുക്കുക. നവീൻ എന്നിട്ട് ചോദിക്കുക, എന്താ അനി, എന്താ ഇപ്പോൾ വിളിച്ചേ? നവീൻ അപ്പോൾ കാര്യം പിടികിട്ടുക. നന്ദുവിനോട് ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നന്ദു അത് പറഞ്ഞിട്ടുണ്ടാവും. അതറിഞ്ഞിട്ട് അനി വിളിക്കുന്നതായിരിക്കും എന്നൊക്കെ വെച്ച് ഒരു ചമ്മലുണ്ട്. അപ്പോൾ അനി പറയാം, നവീനെ എനിക്ക് നിന്നെ ഒന്ന് കാണണം, സംസാരിക്കണം, അത്യാവശ്യമാണെന്ന് പറയാം. അപ്പം നവീൻ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് തിരക്കാണല്ലോ, എനിക്കിപ്പോൾ സംസാരിക്കാനൊന്നും നേരെയില്ല എന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, എന്ത് തിരക്കായാലും എനിക്ക് നിന്നെ കാണണം, സംസാരിക്കണം എന്ന് പറയാണ്. നവീൻ ഒഴിഞ്ഞു മാറുകയാണ്. പിറ്റേ ദിവസവും അനി വിളിക്കുക. നവീൻ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കാതെ ഇരിക്കുക. പിന്നെയും വിളിക്കുക. വിളിച്ച് കഴിയുമ്പോൾ പിന്നെ ഫോൺ എടുക്കുക. ഫോൺ എടുത്ത് കഴിയുമ്പോഴേക്കും അനി പറയുക, എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് നീ എന്താ ഒഴിഞ്ഞു മാറുന്നത്? ഇതിലെന്താ കള്ളത്തരമുള്ളത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കണം, ഇല്ല വലിയ പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറയാം. അങ്ങനെ നവീൻ അനിയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ചെന്ന് കഴിയുമ്പോൾ അനി ചോദിക്കുക, അതെ എടാ നീ നന്ദുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുക. പറഞ്ഞു. നന്ദു നിന്നോട് പറഞ്ഞായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ് അനിയോട്. അപ്പം അനി പറയുന്നുണ്ട്, അതെ നന്ദു എന്നോട് അപ്പം തന്നെ വിളിച്ച് പറഞ്ഞു എന്ന് പറയാം. അന്നേരം നവീൻ ചോദിക്കുക, അല്ല നിന്നോട് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പേ പറഞ്ഞതല്ലേ നന്ദുവാണ് എൻ്റെ മനസ്സിലുള്ള പെണ്ണെന്നും നന്ദുവിനെ എനിക്ക് ഇഷ്ടമാണെന്നും നീ അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നും, എന്നിട്ട് നീ അവളോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നോ? ഞാൻ അവളോട് ഈ വിവരം പറയുമ്പം അവളുടെ മുഖത്തൊരു ഞെട്ടൽ ഞാൻ കണ്ടല്ലോ എന്ന് പറയാണ്. പനി പറയുന്നുണ്ട്, നവീനെ നീ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇതിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറയാം. അപ്പം നവീൻ ചോദിക്കുക, എന്താടാ പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഞാൻ കാര്യങ്ങളൊക്കെ നന്ദുവിനോട് പറഞ്ഞു സമ്മതം വാങ്ങി, എന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് അവതരിപ്പിച്ചു. ആകെ മൊത്തം ഇത് നടക്കില്ല എന്ന് പറഞ്ഞ ഒറ്റക്കാലിൽ നിന്ന് അമ്മ വരെ സമ്മതിച്ചു, മുത്തച്ഛനും സമ്മതിച്ചു. അവർ രണ്ടുപേരും കൂടെ ദേ ഇന്ന് നന്ദുവിൻ്റെ വീട്ടിലേക്ക് പെണ്ണാലോചിച്ച് പോയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അവിടെ ചെന്നാൽ എന്നെ ഇഷ്ടമല്ലെന്ന് അവരാരും പറയാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളുടെ വിവാഹവും നടക്കും. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുക. അപ്പം എനിക്കങ്ങ് ദേഷ്യം വരും. അനി പറയാം, ആരുടെ വിവാഹം നടക്കുന്ന നീ പറയുന്നത്? നിൻ്റെയും നന്ദുവിൻ്റെയോ? അതൊന്നും നടക്കാൻ പോകുന്നില്ല, അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. അപ്പം നവീൻ ചോദിക്കുക, അതെന്താ നീ സമ്മതിക്കാത്തത്? നിൻ്റെ സമ്മതം ആർക്കാ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയാം, അതെ ഞാനും നന്ദുവും തമ്മിൽ ഇഷ്ടത്തില്ല, നന്ദുവിന് എന്നെ ഇഷ്ടം, നിന്നെ വിവാഹം കഴിക്കില്ല എന്ന് പറയാം.
അപ്പം നവീൻ പൊട്ടിച്ചിരിക്കുക. നീയും നന്ദുവും തമ്മിൽ ഇഷ്ടമായിരുന്നു, എന്നിട്ട് ഞാൻ നിന്നോട് നന്ദുവിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നീ അവളോട് ചെന്ന് പറഞ്ഞോ? ഇല്ല. അല്ലെങ്കിൽ നീ അപ്പോൾ എന്നോട് പറഞ്ഞോ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന്? പറഞ്ഞില്ലല്ലോ. അന്ന് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയേനെ. എൻ്റെ മനസ്സിലിട്ട് നന്ദുവിനെ താലോലിച്ചതാ ഇത്രയും നാളും. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പിന്മാറാനൊന്നും എനിക്ക് പറ്റില്ലടാ. നന്ദുവില്ലാതെ എനിക്ക് ജീവിക്കാനും പറ്റില്ല. ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിലേ അത് നന്ദുവിനെ മാത്രമായിരിക്കും. അവന്തികയുടെ ആലോചന വന്നിട്ട് പോലും അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് നന്ദു എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാ. ഇനിയിപ്പം നീ എന്നോട് വന്ന് ഇത് പറഞ്ഞാൽ ഇതിന്ന് പിന്മാറാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പം അനി കുത്തിന് പിടിക്കുക നവീൻ്റെ. എടാ ഇങ്ങനെ പറയല്ലടാ, എന്താടാ ഈ പറയുന്നത്? നീ ഇതിൽ നിന്ന് പിന്മാറണം. ഞാനും നന്ദുവാണോ ഒന്ന് ചേരേണ്ടത്? ഞങ്ങൾ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ നവീൻ പറയാം, നിങ്ങൾ എന്ത് ഇഷ്ടത്തിലാണേലും ഇനിയിപ്പം നന്ദുവിനെ നിന്നെയാണ് ഇഷ്ടമെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ നന്ദുവിനെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ചോളാം. നീ ശല്യത്തിന് വരാതിരുന്നാൽ മതി. ഇനി ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. മുത്തച്ഛനെ അമ്മയൊക്കെ ഒരു വിധത്തിൽ സമ്മതിപ്പിച്ച് വീട്ടുകാരുമായിട്ട് ആലോചിക്കുക. അങ്ങനെയുള്ളപ്പം ഇനി ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല, സോറി അനി എന്ന് പറഞ്ഞ് അവിടുന്ന് നവീൻ പോവുക. അനിക്കാണെങ്കിൽ വെട്ടി വേർക്കുക. അനി അങ്ങ് വിഷമിച്ച് അവിടെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം കനകയുടെയും ഗോവിന്ദൻ്റെയും വീട്ടിലേക്ക് നവീൻ്റെ മുത്തശ്ശനും അമ്മയും ചേർന്ന് വിവാഹാലോചന നടത്തുകയാണ്. അപ്പോൾ അവർ വന്ന് വിവാഹാലോചന നടത്തുന്ന കനകയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നവീനെ ഒന്ന് നന്ദുവിനെ ഇഷ്ടമാണ് എന്നൊക്കെ തോന്നലുണ്ടായപ്പോൾ തന്നെ അത് നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയായിരുന്നു. പിന്നെ അനിയുമായിട്ടുള്ള ആ ഒരു ബന്ധം അതോടുകൂടി തീരുമല്ലോ എന്നും അനന്തപുരിക്കാരുടെ തെറിയും ചീത്തയൊന്നും കേൾക്കട്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് കനക പറയുന്നുണ്ട്, ശരിയാ ഈ വിവാഹം നടത്താം. നവീൻ മോനും നന്ദുമോളും തമ്മിൽ നല്ല ചേർച്ചയാണ്. ഇവിടെ നവീൻ മോൻ 1-2 പ്രാവശ്യം നന്ദുമോളെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കും തോന്നിയതാ എന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചതാ, പക്ഷെ അവൾ പറഞ്ഞത് ഫ്രണ്ട്സ് ആണെന്നാ. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അങ്ങനെ നല്ലതല്ലേ, ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ടല്ലേ പിന്നെ വിവാഹത്തിലേക്കൊക്കെ കടക്കുന്നത്. അപ്പോഴേക്കും അവർ പറയാണ്, നവീൻ്റെ അമ്മ പറയാം, അതെ എനിക്ക് ഒരു പോലീസുകാരിയെ ഒന്നും കല്യാണം കഴിക്കുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ ഈ കാര്യം പറഞ്ഞപ്പം ഞാൻ അത് കാരണം ഇത് എതിർക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അവനെ നന്ദുവിനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പം ഞങ്ങളങ്ങ് സമ്മതിച്ചു. അവൻ്റെ ജീവിതമല്ലേ, അവരല്ലേ ജീവിക്കേണ്ടത്, നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർത്ത് അങ്ങ് സമ്മതിച്ചതാന്ന് പറയാം. അപ്പോൾ കനക പറയുന്നുണ്ട്, അതിന് പോലീസുകാരിയാണേലും എൻ്റെ നന്ദുമോൻ നല്ലൊരു കുടുംബത്തിൽ പിറന്ന കുട്ടിയാണ്. അവൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യും, അല്ലാതെ തനി തോന്നിയാസി അഹങ്കാരിയൊന്നും അല്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയാം, ഞങ്ങളും അങ്ങനൊന്നും അല്ല പറഞ്ഞത്. ഞങ്ങൾ നവീന് വേണ്ടി ആലോചിക്കാൻ വന്നാ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നന്ദുമോനും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കിതങ്ങ് ആലോചിക്കാം, ഇതങ്ങ് ഉറപ്പിക്കാം. അവൻ്റെ അച്ഛൻ വരുമ്പോഴേക്കും ഈ വിവാഹം അങ്ങ് നടത്തുകയും ചെയ്യാമെന്ന് പറയാം. അപ്പോൾ കനക പറയാം, അതിനെന്താ നമുക്കങ്ങ് നടത്താം എന്ന് പറയുമ്പം നവീൻ്റെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നന്ദുവിന് താല്പര്യം ഉണ്ടായിരിക്കുമോ, നന്ദുവിന് ഇനി എന്തെങ്കിലും അനിഷ്ടം ഉണ്ടാവുമോ എന്ന് ചോദിക്കുക. അപ്പോൾ കനക പറയാം, അവൾക്ക് എന്താ അനിഷ്ടം, ഞങ്ങൾ പറയുന്നതിൽ അപ്പുറം ഒന്നും അവൾക്കില്ലെന്നേ എന്ന് പറയാണ്. അവൾക്ക് ഒരു വിവാഹാലോചന നടത്താമെന്ന് പറഞ്ഞതാ, പക്ഷെ അവൾക്ക് കരിയർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ പറയുന്നതിൽ അപ്പുറം ഒന്നും അവൾ പോവില്ല. ഈ വിവാഹാലോചന നല്ലതാണെന്ന് ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഇത് നടത്താൻ നമുക്ക് തീരുമാനിച്ചു. എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്നാവട്ടെ തീരുമാനിക്കാമെന്ന് പറയാം. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, ശരിയാ ഇത് നടത്താം. നന്ദുമോനും ഞങ്ങൾ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ഇങ്ങനൊരു നല്ല ആലോചന വന്നപ്പോൾ കുട്ടികൾ തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് ഇത് തന്നെ നടത്തുന്നതായിരിക്കും നല്ലത് എന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ശരി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കാം, വാക്ക് നമ്മൾ പറഞ്ഞു, ഇനി അത് മാറണ്ടെന്ന് പറയുക. എന്നിട്ട് നവീൻ്റെ മുത്തശ്ശനും അമ്മയും കൂടി അവിടുന്ന് ഇറങ്ങി പോവാണ്. അതേസമയം അനി വെപ്രാളപ്പെട്ട് വീണ്ടും നന്ദുവിനെ കാണുക, നന്ദുവിനെ കണ്ട് സംസാരിക്കുക. അപ്പം നന്ദു പൊട്ടിക്കറിയുക. അനി എന്താ ചെയ്യുക, നവീനേട്ടൻ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് അവരുടെ അമ്മയും മുത്തശ്ശനും കൂടി അച്ഛനോടും അമ്മയോടും സംസാരിച്ചു. അവർക്കെല്ലാം ഉറപ്പിച്ച മട്ട എന്നെ വിളിച്ച് അമ്മ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. ഞാൻ ഒരുപാട് എതിർത്തു, എനിക്കറിയില്ല, എല്ലാവരും ഒരുമാതിരി തീരുമാനിച്ച പോലെയാണ്. ഇനി എന്താ അനി ചെയ്യാന്ന് പറയാം. അനി പറയുന്നുണ്ട്, ഞാൻ നവീനോട് കാല് പിടിച്ച് പറഞ്ഞതാ, അവനും ഇതിൽ നിന്ന് പിന്മാറുന്ന മട്ടില്ല, ആകെ മൊത്തം നമ്മൾ ട്രാപ്പിലായെന്നാ തോന്നുന്നത് എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരുമായിട്ട് കനകയും ഗോവിന്ദനും ഒക്കെ ആലോചന നടത്തി. നന്ദു വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എതിർക്കുകയൊക്കെ ചെയ്തു. നവീനെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് വരെ പറഞ്ഞു. അപ്പോൾ കനക പറയുന്നുണ്ട്, അത് പറഞ്ഞാൽ പറ്റില്ല, നീ അവൻ്റെ കൂടെ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാൻ രാത്രിയിൽ പോയിട്ടുള്ളതല്ലേ, നിന്നെ കാണാൻ അവനിവിടെ പലപ്പോഴും വരാറില്ലേ, അങ്ങനെയുള്ളപ്പം നിൻ്റെ മനസ്സിൽ അവനില്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ച് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട്, ഞാനും അനിയും തമ്മിൽ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നവീനേട്ടൻ അറിയാമെന്ന് പറയാം. അപ്പോൾ കനക പറയാം, അതൊക്കെ നന്നായി, അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ, പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ, എല്ലാ വിവരങ്ങളും അറിഞ്ഞത് തന്നെയാണല്ലോ നവീൻ ആലോചിച്ചത്. അപ്പോൾ പിന്നെ ഈ വിവാഹം അങ്ങ് നടക്കും. ഇനി നീ കൂടുതലൊന്നും സംസാരിക്കാൻ പോകണ്ട. അനിയെ വിവാഹം കഴിക്കാന്നുള്ള നിൻ്റെ ആഗ്രഹം ഉണ്ടല്ലോ, അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അനന്തപുരി തറവാട്ടിൽ നിന്ന് ഈ പ്രാവശ്യം ചെന്നപ്പോഴും കേട്ടതൊക്കെ എന്താണെന്ന് എനിക്കറിയാം. ഇനി നയനയുടെ 7ാം മാസ ചടങ്ങിനും ഒക്കെ ചെല്ലുമ്പോഴേ ഇതിൻ്റെ ബാക്കി കൂടി കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിൻ്റെ നവീൻ്റെ വിവാഹം ഉറപ്പിച്ച് വെക്കുകയാണ്. അനിയുടെ ജീവിതം തകർക്കാനേ നീ ഇനി അവിടെ പോവില്ല. ഈ ബന്ധം നടക്കുകയില്ല. അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കനക ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക.
അങ്ങനെ ചെന്നിട്ട് ആദർശം ചെന്ന് നന്ദുവിനെ ഉപദേശിക്കുന്നുണ്ട്. കനക ചെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടെങ്കിലും നയന പറയുന്നുണ്ട്, മോളെ എന്ത് ചെയ്യാം, അനിയുമായിട്ടുള്ള ബന്ധം നടക്കാൻ പോകുന്നില്ല, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ, ഇളയമ്മയ്ക്കൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് ഇത് നടക്കട്ടെ, നവീൻ നല്ല പയ്യനല്ലേ എന്നൊക്കെ പറഞ്ഞ് നയന നന്മമരം അങ്ങ് ഉപദേശിച്ച് വിടുക. അതേസമയം നവ്യ ചെല്ലുമ്പോഴേക്കും നന്ദു ആകെ വിഷമിച്ചിരിക്കുക. അപ്പം നവ്യ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുക, എന്താ നന്ദു എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് നവ്യജി, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല, ഞാനും അനിയും തമ്മിലുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാലോ, നിങ്ങൾക്ക് ആർക്കും അത് താല്പര്യമില്ലായിരിക്കും, പക്ഷേ എനിക്ക് നവീനേട്ടനുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറയാം. അപ്പം നവ്യ മനസ്സിലോർക്കുക, ഇതെങ്ങനെയും ശരിയാക്കണം, എന്തായാലും ഈ വിവാഹം നടക്കരുത്, നന്ദുവും അനിയും തമ്മിലേ ഒന്നിക്കാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെ നവ്യ തീരുമാനിക്കുകയാണ് ഈ വിവാഹം മുടക്കാൻ വേണ്ടി. അതിനായിട്ട് നവ്യ അനിയുടെയും നന്ദുവിൻ്റെയും കുറച്ച് വീഡിയോസും ആ ഫോട്ടോസും ഒക്കെ നവീൻ്റെ അമ്മയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് കാര്യങ്ങളും മെസ്സേജും ഒക്കെ അയക്കുകയാണ്. നിങ്ങൾക്ക് ഈ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണോ? ഈ പെൺകുട്ടി ആ അനിയുടെ ജീവിതത്തിൽ വന്നതല്ലേ, അനിയുമായിട്ട് അവിഹിത ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനിയുടെ ആദ്യത്തെ ഭാര്യ അനാമിക പിണങ്ങിപ്പോകാൻ കാരണവും ഈ നന്ദുവാണ്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ മകൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണ് കനകയും ഗോവിന്ദനും കൂടി. അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കണം, നിങ്ങളുടെ മകൻ്റെ ജീവിതം നശിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുമ്പം ഏത് പോരാത്ത നവീൻ്റെ അമ്മ അത് കണ്ടു കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കുക. എന്നിട്ട് അവർ ഇത് സത്യമാണോ എന്ന് അറിയാനായിട്ട് ജലജയാണ് കേട്ടോ വിളിച്ച് ചോദിക്കുന്നത്. ജലജയാണെങ്കിൽ ഉള്ള കഥ മുഴുവൻ പറയാണ്. നന്ദുവോ, അവൾ ശരിയല്ല, അവളും അനിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നൊക്കെ വിളിച്ച് പറയുക ജലജ. കല്യാണത്തിൻ്റെ തലേദിവസമാണ് കേട്ടോ, എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി വെച്ചിരിക്കുക, വിവാഹ മണ്ഡപത്തിലെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക. തലേദിവസമാണ് നവീൻ്റെ അമ്മ തീരുമാനിക്കുന്നത് ഈ വിവാഹം വേണ്ടാന്ന്. പിറ്റേ ദിവസം നവീനോട് പറയുന്നുണ്ട്, നടക്കില്ല, ഈ വിവാഹബന്ധം നടന്നാൽ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കില്ല എന്ന് പറയാം. നവീൻ ഒത്തിരി എതിർക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ സമ്മതിക്കില്ല എന്ന് പറയാണ്. ഇങ്ങനെ ഒരു പോലീസുകാരിയാണെങ്കിലും തൻ്റെടിയാണെങ്കിലും എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് വിവാഹം നടത്താമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇങ്ങനെ ഒരുത്തിയെ നിൻ്റെ ഭാര്യയാക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാണ്. അവരങ്ങ് ഒട്ടും സമ്മതിക്കില്ല. അങ്ങനെയായിട്ട് രാവിലെ തന്നെ അവർ വിളിച്ച് പറയുന്നുണ്ട്, ഈ വിവാഹ മണ്ഡപത്തിൽ എല്ലാ ഒരുക്കങ്ങളുമായി മുഹൂർത്ത സമയമായി എല്ലാവരും അവിടെ ഉണ്ട്. ആ സമയത്ത് തന്നെ വിളിച്ച് പറയാണ്, ആദർശനെ വിളിച്ച് പറയാണ്, ഈ വിവാഹം നടക്കില്ല, ഞങ്ങൾ വരില്ല, ഇങ്ങനെ ഒരു മോശപ്പെട്ട പെണ്ണിനെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെ അവർ പറയാം. വളരെ മോശമായിട്ടാണ് ആദർശനോട് സംസാരിക്കുന്നത് നന്ദുവിനെ കുറിച്ച്. ആദർശന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആദർശ് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുക. അതേസമയം വിവാഹത്തിന് വരുന്നത് നോക്കി എല്ലാവരും മണ്ഡപത്തിൽ ഇരിക്കുന്ന സമയത്ത് ആദർശ് തീരുമാനിക്കുക, ഏതായാലും ഈ വിവാഹം നടക്കണം, അനിയുമായിട്ട് അത് നടക്കട്ടെ, അവരൊന്നിക്കാനായിരിക്കും ദൈവം വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അനിയെ പെട്ടെന്ന് വിളിച്ചിട്ട് വന്ന് താലി കെട്ടാൻ പറഞ്ഞ് താലി കൊടുക്കുക. എല്ലാവരും അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് അനിയും മുഹൂർത്ത സമയത്ത് തന്നെ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുകയാണ്. എല്ലാവരും ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ദേവയാനിയൊക്കെ പറയും, എന്താ ആദർശം നീ കാണിച്ചത്, എന്തിനാ അനിയെ കൊണ്ട് ഈ നാടകം കളിപ്പിച്ചത്, നീ ഇതെന്താ നാടകശാലയാണോ, വരൻ്റെ വീട്ടുകാർ വരുമ്പോൾ എന്ത് പറയുമെന്ന് ചോദിക്കുക. കനകയും ദേഷ്യപ്പെടുവാണ്, നയനയും എല്ലാവരും ആദർശിനെ കുറ്റപ്പെടുത്തുമ്പോൾ ആദർശ് കാര്യം പറയാണ്, വരൻ്റെ വീട്ടുകാർ വരില്ല, ഈ മുഹൂർത്തത്തിന് ഈ വിവാഹം നടക്കണമെങ്കിൽ അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കണം, അവർക്ക് ഈ പെണ്ണിനെ വേണ്ടാന്ന് വിളിച്ച് എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറയാം. പിന്നെ ആരും ഒന്നും പറയുന്നില്ല, എന്ത് ചെയ്യാനാ, കനകയൊക്കെ അങ്ങ് പൊട്ടിക്കരയാണ്, എല്ലാവരും കരയുക. പക്ഷേ നന്ദുവിനെയും അനിയെയും കൂട്ടി നയനയും ആദർശും കൂടി അനന്തപുരി ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ജാനകി അങ്ങ് പൊട്ടിത്തെറിക്കുക, നടക്കില്ല, ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഇളയമ്മ എന്ത് പറഞ്ഞാലും ശരി, ഇവിടെ തന്നെ ജീവിക്കുമെന്ന് ആദർശം നയനയും പറയുക. അങ്ങനെ അവരവിടെ ജീവിക്കാൻ തുടങ്ങുകയാണ്. അതേസമയം അനി ആലോചിക്കുക, ആരായിരിക്കും നവീൻ്റെ അമ്മയ്ക്ക് ഈ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുത്തത്, ആരോ ഉണ്ട് ഒരു വെൽവിഷർ എന്നൊക്കെ വിചാരിച്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ച് നന്ദുവും അനിയും കൂടെ കണ്ടെത്തുകയാണ് നവ്യാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന്. അങ്ങനെ നവ്യയോട് നന്ദുവും അനിയും ചോദിക്കുന്നുണ്ട്, നവ്യയിടത്തെയാണല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് ചോദിക്കുക അനി. അപ്പം നവ്യ പറയുന്നുണ്ട്, അതെ, പല കാര്യങ്ങൾക്കും ഈ ആദർശേട്ടനെയും സഹായിച്ചുകൊണ്ടിരുന്നത് നവ്യയിടത്തെയായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച് എല്ലാ കാര്യങ്ങളും അവർ തുറന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അത് നമ്മുടെ നായിനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ വരാനിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്